നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പൈൽ റീഡിംഗ് ആണ്. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2. അപ്പോൾ ഈ ഒരു രണ്ട് പൈലിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി തോന്നുന്ന ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആണ്. അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് വെച്ചിട്ട് അതിൻ്റെ നമ്മളിവിടെ ഫസ്റ്റ് ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ്സ് എന്ന് പറയുമ്പോൾ 2 നോ കാർഡും 2 യെസ് കാർഡുമാണ്. അപ്പോൾ ഈ ഒരു എസ് കാർഡാണോ അതോ നോ കാർഡാണോ വരുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എസ് ഓർ നോ അതാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് നിങ്ങൾ ഈ 2 പൈലിൽ ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, ഈ ഒരു പൈലിൽ ഒരു പൈലിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർ സെക്കൻഡ് പൈൽ മാറ്റി വയ്ക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആലോചിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കുക. അതിൻ്റെ ഉത്തരം എസ് ഓർ നോ, എസ് ഓർ നോ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് എന്താണ് അതിൻ്റെ ആൻസർ തരുന്നത് നോക്കാം. നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് നോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നോ വരാൻ കാരണം നമുക്കൊന്ന് നോക്കാം കേട്ടോ. റീഡിങ് എടുക്കാം. കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഇവരൊരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. ദ എംപറർ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ ഈഗോ വെച്ച് അല്ലെങ്കിൽ ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇവരെ മറ്റുള്ള ഒരാൾക്കും അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾക്കും ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് വാൺസ് എനർജിയും എംപറർ കാർഡും കാണിക്കുന്നത് മെയിനായിട്ട് ഇവരുടെ ക്യാരക്ടറാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോ ഉള്ള പേഴ്സണാണ്. അപ്പോൾ പെട്ടെന്ന് അവരെന്തെങ്കിലും ഒരു തീരുമാനത്തിലോട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അതിലൊരു ചേഞ്ച് വരുത്തി അല്ലെങ്കിൽ ഒരു മനസ്സിന് പെട്ടെന്നൊരു അലിവ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലൊരു മാറ്റം അങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർ പെട്ടെന്ന് താഴ്ന്നു തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ മനസ്സിന്. അങ്ങനെ ഒരാളുടെ മുന്നിൽ താഴ്ന്നു നിൽക്കുക എന്നുള്ളത് അവർക്ക് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പെട്ടെന്നൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡാക്കി പെട്ടെന്ന് വരാനുള്ള ചാൻസ് കുറവാണ്. അവരുടെ തീരുമാനത്തിൽ അവർ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ. ദ ഹാങ്ഡ് മാൻ ആണ്. അവർ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. അതായത് അവരുടെ തീരുമാനത്തിൽ സ്റ്റെക്കായി നിൽക്കുവാണ്. അവരത്ര പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്.
ദ മജീഷ്യൻ കാർഡാണ്. അവരിപ്പോൾ നിങ്ങളെ അങ്ങോട്ട്, അതായത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യാണ്. കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ, അല്ലെങ്കിൽ അതിനൊരു മടിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് അതിന് അവർ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളെ കോണ്ടാക്ട് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രശ്നമാണ്. പക്ഷെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, അവരിങ്ങോട്ട് വന്നാലല്ലേ പ്രശ്നമുള്ളൂ. പേജ് ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നോക്കട്ടെ അടുത്തത്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. പക്ഷേ ഈ ഈഗോ അവരതിന് സമ്മതിക്കുന്നില്ല. അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ ഈഗോ ഇങ്ങനെ അതിന് ഒരു തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വരണം എന്ന് വിചാരിക്കുമ്പോഴേ വേണ്ട, ഇപ്പോൾ പോകണ്ട, നീ അവിടെ താഴും, എൻ്റെ ഇമേജ് അവിടെ ഇടിയും എന്നുള്ളത് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഇവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ഗ്യാപ്പ് ഇടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 10 ഓഫ് വാൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ എന്നാണ്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈഗോ കാരണം വരാനും വയ്യ. നിങ്ങളുടെ മുന്നിൽ താഴ്ന്ന് നിൽക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാരണം വരാതെ പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അവർക്ക് ഇനി ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ ഇവർക്ക് ഒരു പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയാലാണ് അവർ നിങ്ങളിലേക്ക് വരിക. അതുകൊണ്ട് അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആക്കി വരും എന്ന് നിങ്ങൾ കരുതണ്ട. ചിലപ്പോൾ അതായിരിക്കാം ഇവിടെ ഒരു നോ കാർഡ് നമ്മൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എടുത്തപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആവുമോ, റിയൂണിയൻ പെട്ടെന്ന് ഉണ്ടാവുമോ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മുന്നിൽ താഴാൻ, അല്ലെങ്കിൽ അതിന് അവരുടെ ഈഗോ അവരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവരായിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. അതിന് ടൈം എടുക്കും. കാരണം അവരിപ്പോൾ പിടിച്ച് നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശ്രമത്തിന് ഒരു അവസാനം ഉണ്ടാകുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്തൊക്കെയാണ് മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് നോക്കാം. കർമ്മ ബാറ്റിൽ എന്നാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിങ് ആവാറായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈൻ ടൈമിംഗ് എന്നാണ് പറയുന്നത്. ഒരു ഡിവൈൻ ടൈമിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. ഓക്കെ, ഈ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നതിന് ശേഷം ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. കാരണം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ അവരെന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഐ ലവ് യു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ ഒരു സ്നേഹം അങ്ങ് പുറത്ത് വരണം. അതായത് അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരും. അവരിപ്പം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്താക്കി നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ശ്രമം അല്ലെങ്കിൽ അവരിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഇനി മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സ്ട്രൈവ് എന്നാണ് പറയുന്നത്. അവരിപ്പോൾ അവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശ്രമം കേട്ടോ, പക്ഷേ അവർക്ക് പറ്റുന്നില്ല. അവരുടെ മനസ്സ് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനാണ്. ഒരു മനസ്സിന് ഭയങ്കര ഒരു ഭാരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വരാതെ പിടിച്ച് നിൽക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 റീഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൈൽ നമ്പർ 2 അവരുടെ എടുക്കാം കേട്ടോ.
അപ്പോൾ പൈൽ നമ്പർ 1 ഇനി ക്ലൂസ് കൂടി എടുത്താൽ ടൈം കുറേ പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് നോക്കാം. അപ്പോൾ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ ഇതുപോലെ പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരിക. എന്നിട്ട് ആ ക്വസ്റ്റ്യന് യെസ് ഓർ നോ എന്നുള്ള ആൻസർ, യെസ് ആണോ നോ ആണോ അതിൻ്റെ ആൻസർ എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു കാർഡ് എടുക്കാം. ഏഞ്ചൽസിൻ്റെ കാർഡാണ്. നമുക്ക് നോക്കാം യെസ് ആണോ നോ ആണോ വരുന്നതെന്ന്. യെസ് എന്നാണ് വന്നിട്ടുള്ളത്. യെസ് കാർഡ് ആട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണോ വിചാരിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് റീഡിങ് എടുക്കാം. മൈൻഡ് കൂളാക്കി വെച്ചിട്ട് റീഡിങ് കാണാം കേട്ടോ. പാൽ റീഡിങ് ഞാൻ ഇങ്ങനെയല്ല എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഫേസ് കാണിക്കാതെ റീഡിങ് എടുക്കുന്നത് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നൈറ്റ് ഓഫ് വാൺസ് ആണ്. നിങ്ങളെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം നേരിട്ടിട്ടാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടത്തിൻ്റെ പുറത്താണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ്. 8 ഓഫ് കപ്സ് ആണ്. ഇവിടെ ആ ഒരു സിറ്റുവേഷൻ കാരണം, ഈ ഒരു നഷ്ടം, ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം അവർ നിങ്ങളിൽ നിന്ന് അകന്നു നിന്നതായിട്ടാണ് കാണിക്കുന്നത്. ദ ലവേഴ്സ് കാർഡാണ്. അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അവരുടെ ലൈഫിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എന്നാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് എന്നാണ് കാണുന്നത്. അവരവരുടെ ലൈഫ് ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അവരിപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, നഷ്ടങ്ങളൊക്കെ നേരിടുന്നുണ്ട്. കരിയർ വൈസ് ആയാലും അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ അത് ലവേഴ്സിനും എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകൾക്കും മാരീഡ് ആയിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും കൂടി എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. ചിലർ ചോദിക്കാറുണ്ട് ഇത് ഞങ്ങൾക്ക് പറ്റുമോ. അങ്ങനെ ഇല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു റീഡിംഗ് ആണ് കേട്ടോ. ദ സൺ കാർഡാണ്. യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ്, നെഗറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അത് കൂടുതൽ സ്ട്രെങ്തൻ ആവും. അതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ സൺ കാർഡ് വരുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോവാം. ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഇവർ ഒരു ഫേക്ക് ആയിട്ടല്ല നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയതും നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെയൊന്നും ഡൗട്ട്ഫുൾ ആയിട്ട് ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം അവർ അതുകൊണ്ടല്ല, അവരുടെ ലൈഫിലെ ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, ഇത് കാരണം മാത്രം മാറി നിൽക്കുന്നതാണ്. അല്ലാതെ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ വയ്ക്കരുത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഓക്കെ, ഇതുണ്ടോ ഇവിടെ മുഴുവൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത്. ഇവിടെ അതെ,
ഫൈവ് ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്ന നഷ്ടപ്പെട്ടു, അവരുടെ ലൈഫിൽ അവർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് സംഭവിച്ചു, അവർ എല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ കാരണം ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അത് ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവരുടെ പ്രോബ്ലത്തിൽ ഇങ്ങനെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുമ്പോൾ അവർക്ക് ഭ്രാന്ത് പിടിക്കും. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ കാരണമാണ് അവർ മാറി നിൽക്കുന്നത്. അല്ല നിങ്ങളോട് സ്നേഹമില്ല കേട്ടോ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഇഷ്ടക്കേടോ ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡ് കൂടി വന്നതുകൊണ്ട് അയ്യോ ആരാ പോയിരുന്നത്, 2 കപ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഇവിടെ ലവേഴ്സ് കാർഡും 2 കപ്സും വന്ന സ്ഥിതിക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രെങ്തൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇമോഷണലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഇത് നിങ്ങളുടെ നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളത്. ആ റിലേഷൻഷിപ്പ് നിങ്ങൾ തകർക്കരുത്. നിങ്ങൾ സംശയങ്ങളൊന്നും വെച്ചിട്ട് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് അത് തകർക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് പേഴ്സൻ്റെ മെസ്സേജ് എന്താ നോക്കാം. സത്യം പറഞ്ഞാൽ റീഡിങ് കിട്ടുമ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള റീഡിങ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എക്സ്പെക്റ്റേഷൻസ് എന്നാണ്. നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു നോക്കേണ്ട സിറ്റുവേഷനിൽ പോയപ്പോൾ നിങ്ങളിപ്പോൾ നെഗറ്റീവ് തോട്ട്സിലോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആൾ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പരാതിയൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ ഒരുപാട് ഓവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ആളുടെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളേക്ക് വരും. അഫ്രൈഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളെ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് വിട്ടുപോയി, ഇനി ഇവർ തിരിച്ചു വരില്ല എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പേടി നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എൻഡ് ആവും, ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആൾക്ക് നിങ്ങളോട് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് അവർ പോകുന്ന സിറ്റുവേഷൻ ഇവിടെ കാണുന്നില്ല. ഡൗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ മാറ്റി വയ്ക്കാം. നിങ്ങൾ പേഴ്സൻ്റെ പ്രശ്നം കാരണം, അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണമാണ് അവർ മാറി നിൽക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഈ പേഴ്സണെ ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ നോക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴെന്ത് പറ്റി, മറ്റു പേഴ്സൺ ആരെങ്കിലും വന്നോ എന്നുള്ള ഡൗട്ടോട് കൂടി ഇവരോട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരെ കൂടുതൽ പെയിൻഫുൾ ആക്കുകയാണ് ചെയ്യുക. കാരണം അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ബിഹേവ് എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ കൂടുതൽ പെയിൻ ആയിരിക്കും കൊടുക്കുക. ഹീലിംഗ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്കൊരു ഹീലിംഗ് ആയിരുന്നു. അതായത് നിങ്ങളിലേക്ക് വന്നതിന് ശേഷമാണ് അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള എല്ലാ പെയിൻസും വേദനകളും എല്ലാം അവർക്ക് മാറി. അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ അവർക്ക് അവരുടെ മനസ്സിനെ കാമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അവർക്കൊരു ഹീലിംഗ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് മെസ്സേജസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും, നിങ്ങളെ വിളിക്കും, നിങ്ങളോട് അവരുടെ സ്നേഹം തുറന്ന് പറയുമെന്നാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അവരുടെ ആ ഒരു ചെറിയ പ്രോബ്ലംസ് അവർ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.